اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് അലിഫിൻ്റെ പൊരുളിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ അവയവത്തിൽ 28 സ്ഥലങ്ങളിലായി 28 അക്ഷരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഹർഫാണല്ലോ അലിഫ് എന്ന് പറയുന്നത്. അലിഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ നാവിലാണ്. ഇൻഷാ അല്ലാഹ് ഓരോ അക്ഷരങ്ങളും എവിടെയാണ് എന്നുള്ളതും എന്താണ് അതിൻ്റെ പൊരുളുകൾ എന്നൊക്കെ നമ്മൾ ചെറിയ രൂപത്തിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിലെ രണ്ടാമത്തെ അക്ഷരമാണ് ബാ എന്ന് പറയുന്ന അക്ഷരം. ബാ എന്ന് പറയുമ്പോൾ ബാത്തിലായ ഒരു അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ബാ എന്ന് പറയുന്ന അക്ഷരം. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ. ജാ അൽ ഹഖു, ഹഖ് വന്നാൽ, വസഹഖൽ ബാത്തിൽ, ബാത്തിൽ പൊളിഞ്ഞു പോകും. അപ്പോൾ എല്ലാ ബാത്തിലുകളെയും ആദ്യമായി നമ്മിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉന്മൂലനം ചെയ്യണം. എന്നിട്ട് ബുഅദ് എന്ന് പറയുന്ന രണ്ടാമത്തൊരവസ്ഥ ഉണ്ട്. അല്ലാഹു അല്ലാത്തതിനെ മുഴുവൻ വിദൂരത്തായി കാണുന്ന ഒരവസ്ഥ. അപ്പൊ ബാത്തിലായ ഒരു അവസ്ഥയിൽ നിന്ന് യഥാർത്ഥ ഉണ്മയിലേക്ക് കടന്നു വന്ന് ലോകത്തുള്ള അല്ലാഹുവല്ലാത്ത സകല വസ്തുക്കളെയും ബഈദായി കാണുന്നൊരവസ്ഥ. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ബസീറത്ത്, ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നൽകുന്നത്. ഉൾക്കാഴ്ച എന്നാൽ അതൊരു ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ഹൃദയത്തിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രകാശമാണ്. പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ബസീറത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ബസീറത്ത് എന്നും ബസാറത്ത് എന്നൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാത്തുലിൽ നിന്നും ബുഅദിൻ്റെ അവസ്ഥയിലേക്ക് എത്തി മൂന്നാമത്തെ സ്റ്റേജാണ് ബസീറത്ത്, ഉൾക്കാഴ്ച. അതൊരു ഹൃദയ പ്രകാശമാണ്. പരിശുദ്ധമായ ആ പ്രകാശത്തിൻ്റെ കാരണമായി അതിലൊരു ശക്തി അവൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കുകയാണ്. അല്ലാഹു തആല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച കൊടുക്കുമ്പോൾ ആ ഉൾക്കാഴ്ച കാരണമായി അവനക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു ശക്തി അവന് നൽകുകയാണ്. ആ ശക്തിയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വസ്തുക്കളുടെ യാഥാർത്ഥ്യങ്ങൾ അതുവഴി കാണാൻ അവന് സാധിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വരുന്നതായ മനുഷ്യനാവട്ടെ, ജന്തുക്കളാവട്ടെ, മറ്റേത് ജീവജാലങ്ങളാവട്ടെ, ജീവനില്ലാത്തതാവട്ടെ, മരങ്ങളാവട്ടെ, കല്ലുകളാവട്ടെ, ഏത് വസ്തുക്കളാണെങ്കിലും ബസീറത്ത് എന്ന് പറയുന്ന ഉൾക്കാഴ്ച ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ
അവന്റെ മുമ്പിൽ വരുന്ന ഏതൊരു വസ്തുവിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കഴിവ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ അൽ ഫത്ഹുൽ കൗനിയു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അൽ ഫത്ഹുൽ കൗനി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവന്റെ മുമ്പിലേക്ക് വരുന്ന ആളെ ഹൃദയത്തിൽ എന്താണ്, അവൻ എന്ത് വിചാരിക്കുന്നു, അവന്റെ ഉള്ളിൽ കിടക്കുന്ന കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയാ പോലത്തെ രോഗങ്ങൾ, അതിനെ നിർമാർജനം ചെയ്യാനുള്ള മരുന്ന് എന്താണ്, അതുപോലും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പൊ വസ്തുക്കളുടെ യാഥാർത്ഥ്യങ്ങൾ ആ ബസീറത്ത് വഴി അത് കാണാൻ അവന് സാധിക്കുന്നു. മാത്രമല്ല വ്യത്യസ്ത കാര്യങ്ങൾ ഏകത്വത്തിന്റെ കണ്ണുകൊണ്ട് അവനക്ക് കാണാൻ കഴിയും. ഓരോ വസ്തുക്കളിലും വ്യത്യസ്തങ്ങളായ രഹസ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ രഹസ്യങ്ങൾ മുഴുവനും ഏകത്വത്തിന്റെ കണ്ണ്, ആ കണ്ണുകൊണ്ട്, ബസീറത്തിന്റെ കണ്ണുകൊണ്ട് അവനക്ക് കാണാൻ കഴിയുന്നു, അവനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള മരുന്നുകളും അതിനുള്ള പോംവഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൽകിയ ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവനക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിൽ നിന്ന് ഈ ഒരു ബസീറത്തിന്റെ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫനാഇന്റെ അവസ്ഥയാണ്. ഫനാ എന്ന് പറഞ്ഞാൽ അവനക്ക് സ്വമേധയാൽ എനിക്ക് നിലനിൽപ്പില്ല, ഞാനൊരു മുംകിനിൽ വുജൂദാണ്, ഞാൻ വാജിബിൽ വുജൂദാകുന്ന അള്ളാഹുവിൽ എന്നെ ലയിക്കേണ്ടവനാണ്, ഞാനേ ഇല്ല, ഈ ലോകത്തുള്ള ഒരു വസ്തുക്കളുമില്ല, ഈ ലോകത്തുള്ള വസ്തുക്കൾ മുഴുവനും ഡമ്മികളാണ്, അതൊന്നും ഇല്ലാത്തതാണ്, ഉള്ളതായി ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന ഒരു തോന്നൽ ഈ ബസീറത്ത് കാരണമായി അവന്റെ ഹൃദയത്തിലേക്ക് വരും. അതിന് ബർസഖ് എന്ന് പറയുന്ന ഒരു മായനയും കൂടി മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്. ആ ബസീറത്തും കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ ലോകവും വിട്ടിട്ടുള്ളതായൊരവസ്ഥയാണ്. അതിന് ബർസഖ് എന്ന് മാനവിയായ നിലക്ക് പറയാമെന്ന് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നു. ആ ബർസഖിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവനക്ക് തോന്നുക ഇതൊന്നുമേ ഇല്ല, ഉള്ളത് ഇതൊന്നുമല്ല, ഉള്ളത് അള്ളാഹുവാണ്, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിൻ്റെ ഉള്ളിലുള്ള ഉള്ളതാണ് ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും സ്വന്തമായി നിലനിൽപ്പില്ല, എല്ലാത്തിൻ്റെയും ഫാഇൽ ഹഖീഖത്ത് അത് അള്ളാഹുവാണ് എന്ന ഒരു പൊരുളിലേക്ക് അവനെത്തുന്നു. ആ ഒരു പൊരുൾ അവന്റെ ഹൃദയത്തിൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് വിലയം പ്രാപിക്കല്ലാതെ വേറൊരു മാർഗമല്ല. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ ഒരു ബർസഖിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവാകുന്ന സമുദ്രത്തിലേക്ക് അങ്ങ് എടുത്തു ചാടലാണ്. അള്ളാഹുവാകുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടലാണ്. അവന്റെ ശരീരത്തിൽ ദുന്യവിയായ ഒന്നും പാടില്ല, ഒരു വസ്ത്രവും പാടില്ല, ഒന്നും പാടില്ല. ഒരു വസ്ത്രവും പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമേ ഉണ്ടാകാൻ പാടില്ല. ഒന്നുമേ അള്ളാഹുവിലേക്ക് അവൻ എത്തുന്ന സമയത്ത്, ആ ഒരു പ്രണയസാഗരത്തിലേക്ക് ചാടുന്ന സമയത്ത് ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ നഗ്നനായിക്കൊണ്ട് അള്ളാഹുവാകുന്ന പ്രണയസാഗരത്തിൽ അവൻ ചാടണം. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പ്രണയസാഗരത്തിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ നീ നീന്തി രക്ഷപ്പെടണ്ട, നീ ഒരിക്കലും നീന്തണ്ട ആവശ്യമില്ല. നീ അതിൽ മുങ്ങി മുങ്ങി നിന്റെ ഓരോ ശ്വാസവും ഇങ്ങനെ ഇല്ലാതെയായി നീ അതിൽ മരിക്കണം. നീ അതിൽ മുങ്ങി മരിക്കുമ്പോഴാണ് ബഖാഇ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വഴി നടത്തുകയാണ്. ബഖാഇന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവനക്ക് ഹഖ് തആല അല്ലാതെ മറ്റൊന്നും അവന്റെ ദൃഷ്ടിയിൽ പതിയൂല. അവന്റെ ദൃഷ്ടി പിന്നെ ആരിലേക്ക് മാത്രമാണ്, അവന്റെ ഫോക്കസ് ആരിലേക്ക് മാത്രമാണ്? അള്ളാഹുവിലേക്ക് മാത്രമാണ്. അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നിനും അവന് കാണാൻ കഴിയില്ല. ആ അവസ്ഥയിൽ അവന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സൽസ്വഭാവങ്ങൾ അവനിലേക്ക് വരും, ദൈവിക വിശേഷണങ്ങൾ അവനിലേക്ക് വരും, വിനയവും താഴ്മയും അവനിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള വൈജാത്യങ്ങളുണ്ട്, അതിലുള്ള ഏകത്വം അവൻ ദർശിക്കാൻ കഴിയും. അതാണ് ബഖാഇന്റെ അവസ്ഥ.
എല്ലാത്തിനെയും ഒഴിവായി, എല്ലാത്തിൽ നിന്നും ഒഴിവായി, എവിടേക്ക് നോക്കിയാലും ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, എവിടേക്ക് നോക്കിയാലും അള്ളാഹുവിനെ മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുക. അത് ബഖാ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. ബഖായിനെ കുറിച്ചൊക്കെ വിശാലമായി ചർച്ചകൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇതിപ്പോ ഒരു ബാഇന്റെ അധ്യായമായതുകൊണ്ട് വിശാലമായി ചർച്ച ചെയ്യാനുള്ള ഒരു സമയപരിധിയും അതുപോലെ തന്നെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവില്ല. നമ്മളൊരു പൊതുസമൂഹത്തിലേക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഖൈർ അവർക്ക് കിട്ടണം, എന്തെങ്കിലുമൊക്കെ ഒരു നന്മ അവരിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ അലിഫിന്റെ അധ്യായം നമ്മൾ കഴിഞ്ഞു, ബാഇന്റെ അധ്യായമാണ് നമ്മൾ പറയുന്നത്. ബാഇന്റെ അവസാനം നമ്മൾ ബഖായിലേക്ക് എത്തുകയാണ്. ബാത്തിലായ ഒരവസ്ഥയിൽ നിന്ന് എല്ലാത്തിനെയും ബഈദാക്കി ഹൃദയത്തിൽ ബസീറത്ത് കൊണ്ട് നടന്ന് അതിൽ നിന്ന് ബർസഖിലേക്ക് നമ്മൾ പ്രയാണം ചെയ്ത് ഫനായിൽ നിന്ന് അവസാനം ബഖായിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ ദർശനത്തിൽ അള്ളാഹു മാത്രമേ വരുള്ളൂ. നമ്മളുടെ ശ്വാസം അള്ളാഹുവാകുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കണുപ്പുകളും അള്ളാഹുവാകുന്നു. നമ്മുടെ രക്തത്തിലൂടെ അള്ളാഹു ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. അവന്റെ നോട്ടത്തിലും കേൾവിയിലും അവന്റെ ഓരോ സ്പർശനത്തിലും അവന്റെ മാധുര്യത്തിലും അവന്റെ സ്മെല്ലിലും മുഴുവൻ അള്ളാഹു മാത്രമായി വരുന്നൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ താഇന്റെ വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.